ഹലോ മിസ്റ്റർ ഭാസ്കർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങോട്ട് എഴുന്നേറ്റാട്ടെ. ഭാസ്കർ ഇന്ന് നേരത്തെ ഗ്രൗണ്ടിൽ എക്സസൈസിൽ വന്നല്ലേ? നേരത്തെ ഞാൻ ഇറങ്ങി. അതൊക്കെ പോട്ടെ, ഇന്ന് എത്ര കിലോമീറ്റർ ഓടി ഭാസ്കരൻ? ഞാനൊരു 4 കിലോമീറ്റർ ഓടി. വെറും 4 കിലോമീറ്റർ ഓടിയുള്ളൂ ഭാസ്കരൻ? അതെ. എന്റെ പൊന്നു ഭാസ്കര, ഈ പ്രായത്തിൽ 30 കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. താങ്കളെ കൊണ്ട് ഈ പ്രായത്തിൽ 30 കിലോമീറ്റർ ഓടാൻ പറ്റില്ല. എന്റെ പൊന്നു ഭാസ്കര, മനസ്സുകൊണ്ട് ഓടിയതല്ല, ഒരു പട്ടി ഓടിച്ചതാ. ഗ്രൗണ്ടിൽ കയറാൻ നേരത്തെ പട്ടി കടിക്കാൻ വന്നു. 15 കിലോമീറ്റർ അങ്ങോട്ട് ഓടി, 15 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടി. വടിയുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ എനിക്ക് ആ പട്ടി എനിക്കൊന്ന് കിട്ടണം. എന്തിനാ? പെണ്ണും പിള്ളേരെ അച്ഛൻ വീട്ടിലുണ്ട്, ഭയങ്കര ശല്യം. എന്റെ പൊന്നു ഭാസ്കര, ഈ അമ്മയച്ഛൻ വീട്ടിൽ വന്നിരിക്കുന്നത് നിങ്ങളോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ പുള്ളി അവിടെ നിന്നോട്ടെ. 101 വയസ്സുണ്ട്. ഇപ്പോഴും അശ്ലീല ചിത്രങ്ങൾ കാണുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കൊച്ചുങ്ങളെ എന്ന് പറഞ്ഞ കണ്ണുകാലത്ത് കാണിക്കുന്നു. അങ്ങനെയുള്ള അമ്മയപ്പനെ ഓടിക്കാൻ പട്ടിയെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അവനെ പട്ടിയെ പോലെ നോക്കിയാൽ മതി. 3 ദിവസം കഴിയുമ്പോൾ അടുത്തിട്ട് തന്നെ ഇറങ്ങിപ്പോക്കോളും. അല്ല മിസ്റ്റർ ഭാസ്കരൻ, ഈ നമ്മൾ രണ്ടുപേരും ഈ 1.5 മിനിറ്റ് നേരം ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അതിലൊന്നും പെടാതെ രക്ഷപ്പെട്ടേ എന്നുള്ള മുഖഭാവത്തിലിരിക്കുന്ന ഈ മാന്യദേഹം ആരാണ്? പരിചയപ്പെടാൻ മറന്നുപോയി. 3 ദിവസമായേ ഉള്ളൂ ഇവിടുന്ന്. ആണോ? മീറ്റ് യു തഹസീൽദാർ. ഹലോ മിസ്റ്റർ സർസറി നായർ. പിന്നെ തഹസീൽദാർ രാമകൃഷ്ണ കൈമൾ. ഞാൻ എവിടെയൊക്കെ സർവീസ് ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഉള്ള പോക്കോരോ നോക്കിക്കൊണ്ടിരുന്ന ഞാനല്ലേ. അപ്പൊ നിങ്ങൾ തഹസീൽദാരല്ല, പിന്നെ CCTV. കൈപ്പിളി കൊണ്ട് വരൂ. എന്താണ് പോക്കുവരവല്ല നിങ്ങളെ നോക്കുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ നമ്മളെ തോട്ടിങ്കര ശാന്തിയുടെ വീട്ടിൽ നല്ല പോക്കുവരവുണ്ട്. ഇത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിടാൻ പറ്റുമോ? ഞാനേ തഹസീൽദാറായിട്ട് റിട്ടയർ ആയത് ചാന്തിയുടെ കള്ളമാപ്പിളെ പിടിക്കാനല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ബൈ ദ ബൈ, പരിചയപ്പെടാൻ മറന്നു. ഞാനിവിടെ പുതിയ ആളാണ്. എന്താ പേര്? സോറി, ഐ ആം ഫൈനലി ഇൻട്രൊഡ്യൂസിംഗ് കുരുവിള റോബർട്ടൻ. ആദ്യമായിട്ടാണ് കേട്ടോ പാന്റ് ഷർട്ട് ഇട്ട് വന്നിരിക്കുന്നതാണ്. എന്തുവാ? കുരുവിള റംബൂട്ടാൻ. കുരുവിള റംബൂട്ടാൻ എന്നാണ് പറഞ്ഞത്. കുരുവിള റോബോട്ടൻ, റിട്ടയർഡ് കസ്റ്റംസ് ഓഫീസറാണ് ഞാൻ. ആണോ? അയ്യോ, കസ്റ്റംസ് ഓഫീസറായിട്ട് എവിടാ ജോലി? ഇവിടെ കസ്റ്റംസുകാർ ജോലി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തുറമുഖത്ത് അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ. വിമാനത്താവളം? അവിടെ കസ്റ്റംസുകാർ ജോലി ചെയ്യുന്നത്. ഓ ഭയങ്കര. ഞാൻ ഈ കുറെ കാലം കൊണ്ട് ചോദിക്കണം ചോദിക്കാം. ഈ കസ്റ്റംസിലെ ജോലി എന്ന് പറയുമ്പോൾ റിസ്ക് ഉള്ള ജോലിയല്ലേ? ഈ സ്വർണ്ണക്കടത്തൊക്കെ ഉള്ളതാണോ? പിന്നെ സ്വർണ്ണക്കടത്തുള്ളതാണോ? ഈ സ്വർണ്ണം കടത്തിക്കൊണ്ട് ഒരു ആൾക്കാർ ചിലതൊക്കെ ഞങ്ങൾ കൈ കൊണ്ട് ഇഞ്ഞെടുക്കും, ചിലത് ഞങ്ങൾ കൈ കൊണ്ട് തൊടാനേ പോകത്തില്ല. ആണോ? പിന്നെ അതിന്റെ പിന്നിലൊക്കെ ഭയങ്കര ആൾക്കാരായിരിക്കും നമ്മുടെ ജോലി നിറയ്ക്കും. അതുകൊണ്ട് ഞാനൊരു ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്രയോ നല്ല നല്ല ജോലി ഉണ്ടായിരുന്നു. ഈ കസ്റ്റംസിനെ തെരഞ്ഞെടുക്കേണ്ട കാര്യം എന്താ? അത് ഈ കസ്റ്റംസ് തെരഞ്ഞെടുത്തെന്ന് വെച്ചാൽ ഞാൻ മനഃപൂർവ്വം എടുത്തതല്ല. ഞാൻ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഈ PSC ടെസ്റ്റ് ഒക്കെ എഴുതി തോറ്റോണ്ടിരിക്കുക. കാരണം ഞാൻ പഠിക്കാതാണല്ലോ ടെസ്റ്റ് എഴുതാൻ പോകുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം, മോന് ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. അമ്മ എന്ന അപ്പൂപ്പനോട് പറഞ്ഞു, അച്ഛാ ഇന്നപോലാണ് മോന് ജോലിയൊന്നും കിട്ടുന്നില്ല, ഭയങ്കര കഷ്ടമാണെന്നും. അപ്പം അപ്പൂപ്പൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ എന്റെ കൊച്ചുമോന്റെ കാര്യം മഹാ കഷ്ടം 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 കഷ്ടം. അതിൽ നിന്നാണ് എനിക്ക് കസ്റ്റംസ് എന്നുള്ള സ്പാർക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ കസ്റ്റംസ് കയറി. അങ്ങനെയാണ്. ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? ആക്രമണങ്ങൾ ഉണ്ടോന്നോ? ഞാൻ ഈ ജാർഖണ്ഡ് വിമാനത്താവളത്തിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴാണ്. വിമാനത്താവളം പറയണ്ട, എന്തോ പോലെ. അല്ല, മറ്റേ ഈ സംഭവമൊക്കെ താഴ്ന്ന അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നോക്കിയപ്പം വിമാനത്തിൽ നിന്ന് 4-5 തോക്കുധാരികൾ വരുന്നു, കൈ നിറച്ച് സ്വർണം. ഞാൻ നെഞ്ചു വിരിച്ചങ്ങ് നിന്നു. എന്നിട്ട് അവന്മാർ AK-47 ഇങ്ങോട്ട് എടുത്തിട്ട് കിച്ച് 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 കിച്ചാന്ന് അങ്ങോട്ട് പച്ചക്കറി അരിഞ്ഞു. വെടി വെച്ചെന്ന്. ആണോ? തൊട്ടെ എന്താ മനസ്സിലായി? ശരീരം മൊത്തം ഊത്ത് വെച്ചോണ്ട് കിടക്കുന്നു മനസ്സിലായി. ഞാൻ വേദന കൊണ്ട് കരഞ്ഞതാ. ആണോ? എടാ, നീ തൊട്ടടുത്തെല്ലാം വെടിയുണ്ട് കയറിയിരിക്കുവന്ന്. ആണോ? അമ്മാതിരി വെടി ഞാൻ അതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇമാതിരി വെടി ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. എനിക്ക് ഞാനും പറഞ്ഞ ഞാനും ജോലിക്കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാ. ആണോ? 18 കളരി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ശരിക്കും 19 കളരിയായിരുന്നു. എന്റെ അപ്പനല്ലേ 18 കളരിയാക്കിയത്. അപ്പൻ റവന്യൂലല്ലായിരുന്ന. അങ്ങനെ റോഡിന്റെ അളവെടുത്ത് പോകുന്ന സമയത്ത് ഒരു കളരി റോഡിലേക്ക് കയറ്റി കെട്ടിയിരിക്കുന്നു. അപ്പൻ അളവ് നോക്കിയപ്പോ അര കൂടുതൽ. അപ്പൻ 19 അരയെടുത്ത് കളഞ്ഞു, 18 കളരിയാക്കി. ജോലി കിട്ടി എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അപ്പൻ 18 കളരിയാക്കി എന്ന് പറഞ്ഞില്ല. ഇത് കളരി ആശാൻ കണ്ടുകൊണ്ട് വന്നിട്ട് പിറന്തലയ്ക്ക് ഒരു ഒറ്റ അടി. അപ്പൻ അവിടെ തീർന്നു. ആ സർവീസിലെ ജോലി എനിക്ക് കിട്ടി. 1 കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൻ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.